പിന്നെ നമ്മളെങ്ങോട്ട് പോകണം? നമ്മൾ ആറ്റുകാൽ പോവുകയാണ് ഗൈസ്. ഈ ആറ്റുകാൽ പോയിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നേ വരെ ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസം ഇങ്ങനെ നൈറ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടോ അല്ലെങ്കിൽ ആറ്റുകാൽ ആ ഒരു ഭാഗത്തോട്ട് പോയിട്ടോ ഒന്നും തന്നെ ഇല്ല. ഇതെൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ ഭയങ്കര തിരക്കാണ്, അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പൊങ്കാല ഇടുന്നേക്കാളും നമുക്ക് രസമെന്ന് വെച്ചാൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ അതിനൊന്നും മേളം ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് പോകാൻ വേണ്ടി പറ്റി. അങ്ങനെ ഞങ്ങൾ കൊഞ്ചിറയുള്ള വഴിയൊക്കെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ കുറേ ദിവസത്തിന് മുമ്പ് വരെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ അടുപ്പൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ ഇങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്ഥലത്ത് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭക്തജനങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ ക്ഷേത്ര പരിസരത്തിൽ നിന്നും വിട്ടുപോകേണ്ടതാണ്. അത് ഈഴമയിൽ നിന്നും വന്നിട്ടുള്ള അമ്പയെ കാത്ത ലക്ഷ്മി അമ്മ സ്റ്റേജിന്റെയും മുൻവശത്ത് കാത്തിരിക്കുന്നു. അമ്പയെ ക്ഷേത്ര പരിസരത്തോടെ അതിൽ മിണ്ടായി അയ്യോ വാങ്ങട അങ്ങനെ ആറ്റുകാൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ പാച്ചിലൂർ തൂക്കം മുടിപ്പുരയിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ അന്നാണ് ഇവിടെ തൂക്കം. അങ്ങനെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഒരു 11 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. ഞാൻ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. കാര്യം ഞാൻ വ്രതത്തിലായിരുന്നു. പിറ്റേ ദിവസം ആറ്റുകാൽ പൊങ്കാലയായിട്ട് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വ്രതത്തിലായിരുന്നു. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു ആറ്റുകാൽ? നമ്മൾ നേരെ വീട്ടിലേക്കാണ് ഗൈസ്. ബൈ.